ഈ 1,50,000 രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന ഭാഗത്ത് ഇനി ആകെ 50,000 60,000 കൊടുത്താൽ മതി. ഇപ്പം 2,000 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞങ്ങളൊരു 1,600 കോടി സോറി നിങ്ങളൊരു 1,600 കോടി തരുവാണെങ്കിൽ ഞങ്ങളൊരു 2,600 കോടി തരാം എന്നുള്ള നിലയിലേക്ക് മാറി എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വിരുദ്ധമായ ഒരു നിലപാട് മാത്രം സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്രം മാറി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലല്ലേ കേന്ദ്രം പോയി കൈയിട്ട് എന്നുള്ളതാണ്. സാധാരണക്കാരായ ഈ കോവിഡ് കാലത്ത് ഈ 86,000 കോടിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. 1,00,000 കോടിയായി ഉയർത്തി. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ തൊഴിലുറപ്പില്ലായിരുന്നെങ്കിൽ രാജ്യത്ത് കലാപം നടന്നേനെ. ഓരോ രാജ്യത്തും പണം ഇങ്ങനെ ചെറിയ പോക്കറ്റുകളിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് കോവിഡ് കാലത്ത് ഇന്ത്യ പിടിച്ചു നിന്നത്. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? 21 ലക്ഷം ആൾക്കാരാണ് കേരളത്തിൽ പണിയെടുക്കുന്നത്. അറിയോ? 21 ലക്ഷം ആൾക്കാർ. നിങ്ങളൊരു കാര്യം പറയും, കേരളത്തിലുള്ള റോഡുകളുടെ സൈഡുകളും ഓടകളും പാലങ്ങളുടെ സൈഡുകളും കാടുകളും എല്ലാം വൃത്തിയാക്കുന്ന ആരാന്നറിയോ? ആ വൃത്തിയാക്കുന്നത് മുഴുവൻ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കേരളം ഇത്ര ഈ റോഡ് സൈഡും കാട് മൂടിക്കിടക്കുന്ന പ്രദേശമൊക്കെ ഇത്ര വൃത്തിയായി നിൽക്കുന്നത് എങ്ങനെയാണ്? ഈ തൊഴിലുറപ്പിൽ കൊണ്ടാണ്. ഇനി ഈ പൈസ മുഴുവൻ ആരുണ്ടാക്കണം എന്നറിയോ? കേരളം ഉണ്ടാക്കണം. ഈ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കണം. ഈ സംസ്ഥാനങ്ങൾക്ക് എവിടുന്ന് എത്ര പണം? സംസ്ഥാനത്ത് ഇങ്ങനെ പണം ഉണ്ടോന്നേ. നമ്മൾ ഈ പറയുന്നില്ല, ഈ ആശാസമരത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആശാസമരം എന്തിനു വേണ്ടിയിട്ടാണ്? കേരളം പൈസ കൊടുക്കാനാണ് കേരളത്തിൻ്റെ പദ്ധതിയായിട്ട് നടപ്പിലാക്കിയാൽ പോരെ? എന്തിനാ ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ നമ്മളെന്താ പറയുക, എല്ലാത്തിൻ്റെയും വീട് പണിയണോ? നിങ്ങൾക്ക് 60% കെട്ടിവെച്ചോളൂ, 60% കെട്ടിവെച്ചാൽ 40% കെട്ടിവെച്ചോളൂ, 60% ഞങ്ങൾ തരാം എന്ന് പറയാം. പണ്ട് ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആധാരം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ മുടക്ക് മുതലിൻ്റെ 40% കെട്ടിവെടുക്കുക ബാങ്കുകാർ പറയായിരുന്നു പണ്ട്. അതേ അവസ്ഥയിലേക്ക് മാറി. നിങ്ങളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊജക്റ്റിന് 40% പൈസ മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ 60% ലോൺ തരാം എന്ന് ബാങ്ക് പറയും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ ബാക്കിയുള്ള 40 കൂടെ കൂട്ടി അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഇപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ 40% ഉണ്ടെങ്കിൽ ഞങ്ങൾ 60% തരാം. ആരോടെ പറയുന്നതെന്നറിയോ? പട്ടിണി പാവങ്ങളായ തൊഴിലാളികളോടാണ് പറയുന്നത്. നിങ്ങൾ ഇത് കേരളത്തോടോ സംസ്ഥാന സർക്കാരുകളോടോ അല്ല പറയുന്നത്, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറയാം. സാധാരണക്കാരെ തൊഴിലാളിയോട് പറയുന്നത്, നിൻ്റെ അടുത്ത് 40% ഉണ്ടെങ്കിൽ ഞാൻ 60% കൂടെ തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് കേരളം പോയി നിൽക്കുന്നതാണ്. ഞാൻ നേരത്തെ ജിമ്മി സാർ പറഞ്ഞല്ലോ, 30 രൂപയ്ക്ക് മേടിക്കുന്ന പെട്രോൾ 105 രൂപയ്ക്കാണ് കേന്ദ്രം വിൽക്കുന്നത്. അന്ന് ആലോചിച്ച് നോക്കിക്കേ. 30 എന്നിട്ട് പറയാം വിലക്കയറ്റം കൂടി എന്നുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ PR സുനിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആരെങ്കിലും ഗ്യാസ് കുറ്റിയായിട്ട് സമരം നടത്തുന്നുണ്ടോ? പണ്ട് എന്തായിരുന്നു അവസ്ഥ? UP അധികാരത്തിലുള്ള സമയത്ത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എല്ലാവരും എന്തൊക്കെ ജാഥകളായിരുന്നു? കാളവണ്ടി സമരം ഇല്ലേ? ഇപ്പോൾ UP സർക്കാരിനെ കോൺഗ്രസ്സുകാരും കാളവണ്ടി സമരം നടത്തുന്നുണ്ടോ? ആരെങ്കിലും ഗ്യാസ് കുറ്റിയെടുത്ത് സമരം നടത്തുന്നുണ്ടോ? ഒരാൾ നടത്തുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ യൂഷ്വലായി ജനങ്ങൾക്ക്? ഇവരിങ്ങനെ കൂട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ആ രീതിയിൽ സമരങ്ങളിലേക്ക് പോകുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേന്ദ്ര സർക്കാർ ഇന്നും എന്താ പറയുന്നത്? കേന്ദ്രത്തിൽ ഒരു മന്ത്രി വന്ന് പറയാം, ഞങ്ങൾ ബില്ല് കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ നടപ്പിലാക്കും, നിങ്ങളുടെ ഒന്നും ഒരാവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നത്. ജനാധിപത്യ രാജ്യമാണെന്നേ. ജനാധിപത്യ രാജ്യത്താണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും മതാടിസ്ഥാനത്തിലുള്ള പേരുകൾ മാത്രം കൊണ്ടുവരിക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് പറഞ്ഞാലും മതം. ഇന്ത്യയിൽ ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാഴ്സികളും ജൈനന്മാരും ഒന്നും ഇല്ലാത്ത രാജ്യമായിരുന്നോ കേരളം? അല്ല ഇന്ത്യ? ഈ രാജ്യത്ത് മുഴുവൻ ഇങ്ങനെയല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും മനസ്സിലാക്കില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും 60-40. അപ്പം ഈ 60-40 എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയുമോ? എവിടുന്നാണ് കേരളത്തിൽ പണം ഉണ്ടായി? ലോട്ടറി കച്ചവടം നടത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കള്ളു വിറ്റിട്ട് മാത്രം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. എല്ലാത്തിൻ്റെയും ആകെ 2% സെസ് 3% സെസ് വിഹിതം കേരളത്തിൽ തരും. അത് തരുന്നുണ്ടോ? 55,000 കോടി കിട്ടാൻ കിടക്കുകയാണ് കേരളത്തിൽ. 55,000 കോടി. എന്നിട്ടെന്താ? അപ്പോൾ ഇനി എന്താണെന്നറിയോ? ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തൊഴിലാളികളൊക്കെ തിരിയാൻ പോകുന്ന കേന്ദ്രത്തിനെതിരെ അല്ലാന്നേ, കേരള സർക്കാരിനെതിരെയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കെതിരെയായിരിക്കും. അവരോടെന്താ പറയുന്നറിയോ? നിങ്ങൾ ഞങ്ങൾക്ക് പണം തരുന്നില്ല എന്ന് പറയുക. ഇവിടുത്തെ ADSമാരും സാധാരണ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇവരെ തലവളി കൊണ്ടുനടന്നുകൊണ്ടിരുന്നത് അല്ലേ? ഈ പറഞ്ഞ സമരം ഞാൻ ഈ കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക സമയങ്ങളിലൊക്കെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ കേരളത്തെ നമ്മൾ ഉദാഹരണം പറയാം. 2016 കോവിഡ് ഉണ്ടായപ്പോഴും 2018 കോവിഡ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും 2021 കോവിഡ് ഉണ്ടായ സമയത്ത് നമ്മൾ ഇത്ര പെട്ടെന്ന് റിക്കവർ ആയതെന്ന് പറയുമോ? 21 ലക്ഷം തൊഴിലാളികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണിയെടുത്തുകൊണ്ടാണ്. അവർക്ക് എന്തുകൊണ്ടാണ് പണിയെടുക്കാൻ കഴിഞ്ഞെന്നറിയോ? ഈ പറഞ്ഞ തൊഴിലുറപ്പ് രീതിയിൽ അവർക്ക് വേതനം കിട്ടിയതുകൊണ്ട് മാത്രമാണ്. 100 ദിവസമാണ്. ഇനിയിപ്പോൾ എന്താ കഴിയുന്നറിയോ? ഇനിയിപ്പോൾ നോക്കിക്കോ നിങ്ങൾ, അടുത്ത ബഡ്ജറ്റിൽ 100,000 ഇപ്പോൾ 1 ലക്ഷമാണ് കൊടുക്കുന്നത്, 1.5 ലക്ഷം കോടി വെക്കും. എന്നിട്ട് എടുക്കുമെന്നറിയോ? ഇവരെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പൊട്ടി ഒലിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഉരുളുപൊട്ടി അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് 800 കോടി രൂപ നഷ്ടം തട്ടി, ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ അതിന് 500 കണക്ക് കൊടുക്കണം. ബീഹാറിന് എത്ര കൊടുത്തേ? 10,000 കോടി. ഒരു ഡോക്യുമെൻ്റ് ആവശ്യമില്ല, ഇങ്ങനെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. ഇനി 25% തൊഴിൽ ദിനങ്ങൾ കൂട്ടി അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എന്ത് സംഭവിക്കുന്നറിയോ? പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ? സാധാരണ ജനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയും.
ഇവരാണ് ഞങ്ങൾക്ക് പൈസ തരാത്തത്. ഇപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാസമരം നടത്തിയല്ലോ, കേരള സർക്കാരിൻ്റെ പ്രശ്നം കൊണ്ടാണോ? അല്ലല്ലോ. കേന്ദ്രം തരാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ പിന്നെ സമരത്തിന് മുന്നിൽ നിന്നു. അത് പ്രതിപക്ഷം കൊട്ടുഘോഷിക്കുക എന്നുള്ളത് അത് തന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത്. അപ്പം 2004 UPA സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയെ ഒരു മാനദണ്ഡമില്ലാതെ പൊളിച്ചെഴുതുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. Meet the editors.